പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ടർക്കിഷ് ഷവർമയാണ് കേട്ടോ. അത് ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു ഡോ തയ്യാറാക്കണം. അതിന് വേണ്ടി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിലുള്ള ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഞാനൊരു കുബൂസ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അത് ഇളം ചൂടുള്ള പാലിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് അതിന് ശേഷം കുറച്ച് ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യമേ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഞാൻ ഇവിടെ പകുതി കുഴച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഇത് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. നല്ലോണം പൊങ്ങി വരും ഈ കുബൂസ്. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി ആയിരിക്കും അല്ലേ. നല്ലതുപോലെ കുഴക്കണം, എന്നാൽ മാത്രമേ ഇത് ബൂസ് നന്നായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഡോടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഓരോ സമയം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുബൂസ് ഒന്ന് പൊങ്ങി വരാൻ ടൈം എടുക്കും. ഞാനധികം ഓവൻ്റെ ഉള്ളിലാണ് വെക്കൽ. ഓവൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ആയി കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഞാൻ പുറത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. അടുത്തായിട്ട് ഞാനൊരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ. അതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മാഗീൻ്റെ ക്യൂബ് എടുത്തിട്ട് അതിൻ്റെ പകുതി. അതിനുശേഷം ഒരു ടീസ്പൂണോളം പാപ്രിക്ക പൗഡറില്ലേ, നമ്മളെ ക്യാപ്സിക്കത്തിൻ്റെ പൗഡർ, അതാണ് കേട്ടോ. അതും പിന്നെ ഒരു പുളിയില്ലാത്ത അര സ്പൂണോളം തൈരും. പുളി തീരെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാണ് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇത് മൂന്നും കൂടെ ഞാൻ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കണം. ഇതിൽ ഒരു അല്പം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മളിപ്പോൾ സാധാരണ ഇറച്ചിയൊക്കെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചൊക്കെ കുറച്ച് സമയം വെള്ളം ഇറങ്ങി വരുന്നില്ലേ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വെള്ളം നന്നായി പോയതിന് ശേഷം മാത്രമേ ഇറച്ചി കട്ട് ചെയ്തിട്ട് ഇതിനെടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കുഴച്ചിട്ട പോലെ. വെള്ളം തീരെ ഇല്ലാതെ നന്നായി ഡ്രൈ ആയി കാണുന്നില്ലേ, അങ്ങനെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ആ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനത് ഫ്രൈ പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിൽ അധികം വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇറ്റി വെള്ളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് സാരമില്ല. ഇപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല. വെറുതെ ഫ്രൈ പാനിലിട്ട് ഒന്ന് ഇത് ചൂടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ അകത്തുള്ള വെള്ളം നമുക്ക് ഇറങ്ങി വരും. അപ്പോൾ നമുക്കൊരു സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇങ്ങനെ പിന്നെ കുറച്ചൊന്ന് ഹാഫ് കുക്കായ സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ വെള്ളം ഇറങ്ങി വരുന്നത്. അപ്പോൾ ഞാനിനി ഈ ചിക്കൻ്റെ വെള്ളം ഞാനൊരു കപ്പിലേക്ക് മാറ്റിയെടുക്കണം. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു സോസ് കൂടെ ഇതിന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഈ സോസും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഷവർമക്ക്. അപ്പോൾ ഇത് മുഴുവനായിട്ടും കളയാണ്ട് എടുക്കുക. അതിനുശേഷം ഇതങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി ഇപ്പോൾ ഒരു ഹാഫ് വേവ് മാത്രമേ ഈ ചിക്കൻ ആയിട്ടുള്ളൂ. ഇനി അതിന് ശേഷം നമുക്കൊന്നുകൂടി ഇത് കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കരുത്. ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് ഓയിലിനെ ചേർക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടെ അത് വഴറ്റിയെടുക്കുക. കുറച്ചുകൂടെ വേവുണ്ട്, അതുകൂടെ വേവിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ഉടച്ചെടുക്കുക. ഉടക്കാന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ് അത്രക്കും നല്ല. ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു കപ്പിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഷവർമക്ക് വേണ്ടേ. അടുത്തതായിട്ട് നമുക്ക് ഈ സോസില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സോസ് നമുക്ക് റെഡിയാക്കണം. ഈ ചിക്കൻ്റെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ വെള്ളമാണ് കേട്ടോ ഇത്. ആ ഒരു സ്റ്റോക്കിലേക്ക് നമുക്ക് ആ പകുതിയല്ലേ നമ്മൾ കഴിഞ്ഞ തവണ എടുത്തിട്ടുള്ളൂ മാഗീൻ്റെ ക്യൂബ്. അതിനുശേഷം ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസോളം ഞാൻ നല്ല സാധാ വെള്ളം തന്നെ ചേർത്ത് അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ആ ഒരു മാഗി ക്യൂബിൻ്റെ പകുതി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂണോളം പാപ്രിക്ക പൗഡർ കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ പാപ്രിക്ക പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ മുളക് പൊടി മാത്രം ചേർത്താൽ മതി. കാശ്മീരി ചേർത്ത് കൊടുത്താൽ മതി, ഒരു കളറും കൂടെ കിട്ടും. പിന്നെ ഞാനിതിലേക്ക്
ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ്, പിന്നെ 1 ടീസ്പൂണ് സോയ സോസും. ഇത് മൂന്നും കൂടെ ചേർത്തതിന് ശേഷം, ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കോൺഫ്ലവർ 2 ടീസ്പൂണോളം കോൺഫ്ലവർ കലക്കി വെച്ചതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർക്കുമ്പോൾ നല്ല തിക്കായി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചൊരു റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഷവർമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോക്ക് വേണ്ടി ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്തതാട്ടോ. വീട്ടിൽ ചെയ്യുമ്പോൾ കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ചേർക്കുക ചെയ്യേണ്ട. ഞാനിതൊരു വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് കണക്കായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് റെഡിയാക്കി വെക്കുക. അടുത്തായിട്ട് നമ്മൾ കുബൂസ് ഞാൻ ഇവിടെ ഉരുളകളായി എടുത്ത് വെക്കുന്നുണ്ട്. ഒരു 4 കപ്പ് പൊടിക്ക് എനിക്ക് ഏകദേശം ഒരു 10 കുബൂസോളം കിട്ടിയിട്ടുണ്ട്. വലിയ കുബൂസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഒന്നൊന്നായി ചുട്ടെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇത് പരത്തിയിട്ട് ഒരെണ്ണം മാത്രമേ ചുട്ടെടുക്കുന്ന കാണിക്കുന്നുള്ളൂ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഈ കുബൂസ്. നല്ല വലിപ്പത്തിലുള്ള കുബൂസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അധികം തടിയുള്ള കുബൂസ് എനിക്കിഷ്ടമല്ല, എനിക്ക് ചെറിയ നേരിയുള്ള ടൈപ്പുള്ള കുബൂസാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്കിത് ചെറിയൊരു അര ഇഞ്ച് കനത്തിൽ പരത്തിയെടുത്താൽ മതി, നല്ലോണം പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ കുബൂസും ചുട്ടെടുത്ത് ഞാൻ കാണിച്ചു തരാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു സലാഡ് തയ്യാറാക്കാം. ഇത് ഞാൻ വളരെ തിന്നായിട്ട് കട്ടെടുത്ത ഉള്ളിയും അതുപോലെ ക്യാരറ്റുമാണ്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം, 1.5 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ക്യാരറ്റൊക്കെ നല്ല തിന്നായിട്ടാണ്, അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ഷവർമയിൽ ഫില്ലിംഗ് ആയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കക്കിരി ഞാൻ നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ കുബൂസ് എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 10 കുബൂസോളം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ മാവ് വെച്ചിട്ട്. അതുപോലെ ചിക്കന്, അതുപോലെ നമ്മൾ ഗാർലിക് സോസ്, നമ്മളെ ചിക്കൻ വെച്ചിട്ട് സ്റ്റോക്ക് വെച്ചിട്ടുള്ള സോസ്, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ഞാൻ റെഡിമെയ്ഡാണ് കേട്ടോ. അത് ഞാനിവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതേ ഉള്ളൂ, അതുകൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ലിങ് ചെയ്യാം. ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ നമ്മളെ ഗാർലിക് സോസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത ശേഷം ഈ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് വെച്ച് ഉണ്ടാക്കിയ ഈ സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് രണ്ടും കൂടെ യോജിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു സലാഡ് ഉണ്ടല്ലോ, നമ്മൾ ക്യാരറ്റും ഉള്ളിയും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കിയ അത് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ക്യാപ്സിക്കം, തക്കാളി, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ചുറ്റിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, സംഭവം ഈസി, നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി കൂടെ ബാക്കിയുണ്ട്. നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ പാനിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് മേക്കർ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ നല്ല പുറമെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യും, എല്ലാണ്ടും സെർവ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ സാധാ ഷവർമ ചുറ്റിയെടുക്കുന്നത് പോലെയാക്കി എടുക്കാം. അല്ലാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് കഴിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ നിൽക്കില്ല, ഇങ്ങനെ റോള് ചുറ്റിയാൽ നിൽക്കില്ല. നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി കൊടുക്കാം. ഞാൻ 2 ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 കൂടി വെച്ചിട്ട് നമുക്കൊന്ന് പാനിൽ വെച്ചിട്ട് അതൊന്ന് റെഡിയാക്കിയെടുക്കാം.